വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. അവൻ സ്വയം കുരിശും ചുമന്നുകൊണ്ട് തലയോടിടം ഹെബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെ ക്രൂശിച്ചു, അവനോടൊപ്പം മറ്റു രണ്ടുപേരെയും, യേശുവിനെ മധ്യത്തിലും അവരെ ഇരുവശങ്ങളിലായും. പുണ്യപ്രദമായ പരിശുദ്ധ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. പുണ്യത്തിൽ ആഴപ്പെടുവാനും പുണ്യം അഭ്യസിക്കുവാനും തിരുസഭാ മാതാവ് നമ്മെ ഈ കാലയളവിൽ ക്ഷണിക്കുന്നു. കൊറിയൻ പാരമ്പര്യങ്ങളിൽ സോഡ്ഡെ എന്നൊരു ആചാരമുണ്ട്. സോഡ്ഡെ എന്നാൽ ഉയർന്ന മരത്തൂണുകൾ എന്നാണ് അർത്ഥം. ഈ മരത്തൂണുകൾക്ക് മുകളിൽ പക്ഷികളുടെ രൂപം ഈ ഗോത്രക്കാർ കൊത്തിവെച്ചിരുന്നു. ഇത് അവർക്ക് ശുദ്ധീകരണത്തിൻ്റെയും അതോടൊപ്പം സംരക്ഷണത്തിൻ്റെയും പുത്തൻ പ്രതീക്ഷയുടെയും അടയാളമായിരുന്നു. ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന ഏവർക്കും ഈ സോഡ്ഡെ എന്ന അടയാളം കാണുമ്പോൾ അത് വലിയ പ്രതീക്ഷയുടെയും ശുദ്ധീകരണത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമായി നിലകൊണ്ടു. നമുക്ക് ജെറുസലേമിന് പുറത്തുള്ള ആ കുന്നിൻ പുറത്തേക്ക് സഞ്ചരിക്കാം. ഗോൽഗോത്ത എന്ന ആ സ്ഥലത്തേക്ക്, തലയോടിടമെന്നർത്ഥമുള്ള ആ കുന്നിൻ മുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. അവിടെ ഇതാ പരുപരുത്ത ആ മലയിൽ ഒരു കുരിശ് ഉയർന്നിരിക്കുന്നു. അവിടെ നിന്ന് ഒരു മനുഷ്യൻ്റെ ആർദ്രനാദം നമുക്ക് കേൾക്കാൻ സാധിക്കും. ചുറ്റും ചുറ്റികയുടെ മുഴക്കം ധ്വനിക്കുന്നുണ്ട്. ഇനിയും ആ കുരിശിലേക്ക് നോക്കുമ്പോൾ പിടഞ്ഞു തീരുന്ന ഒരു മനുഷ്യൻ്റെ ജീവനും നാം കണ്ടുമുട്ടുന്നു. ഈ കുരിശിനെ നോക്കി പുണ്യവാനായ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞു, "The cross is the pulpit from where which Christ preached the message of love." കുരിശാകുന്ന വലിയ പ്രസംഗപീഠത്തിൽ നിന്നാണ് ക്രിസ്തു ലോകത്തോട് സ്നേഹത്തിൻ്റെ സന്ദേശം പങ്കുവച്ചത്. അങ്ങനെയെങ്കിൽ ഈ കുരിശ് നാം അണിയുന്ന ഒരു ആഭരണമാണ്. ഈ കുരിശ് നമ്മുടെ ഭിത്തിയിൽ തൂങ്ങുന്ന നിശ്ചലമായ ഒരു പ്രതിമയാണോ? അല്ല. 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞൻ ഹാൻസ് ഊർസ് വോൺ ബാൾത്തസാർ ഇതിനെപ്പറ്റി പറയുന്നത്, "ക്രോസ് ഈസ് നോട്ട് എ തിങ്, ഇറ്റ് ഈസ് ആൻ ഈവൻ ആൻഡ് ഇറ്റ് ഈസ് ആൻ എൻകൗണ്ടർ." തളർന്നുപോയ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം സ്നേഹമായി താഴ്ന്നിറങ്ങി വരുന്നതാണ് കുരിശ്. തകർന്നുപോയ നമ്മുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ സ്നേഹപ്രവാഹം കടന്നു വരുന്നതാണ് ഈ വിശുദ്ധ കുരിശ്. ഇനിയും ആ കുരിശിലേക്ക് ഒരിക്കൽ കൂടി നോക്കുക. ആ കുരിശിൽ പിടയുന്ന ഒരു മനുഷ്യനുണ്ട്. എന്നാൽ താഴെ നാം കാണുന്നത് പരിഹസിക്കുന്ന പടയാളികളെയും അവന് നേരെ ആർത്തട്ടഹസിക്കുന്ന ജനസഞ്ചയത്തെയുമാണ്. പ്രിയ സുഹൃത്തെ, നീ ജീവിതത്തിൽ തളർന്നുപോയവനാണോ? നിൻ്റെ ജീവിതത്തിൽ നീ പരാജിതനാണോ? ഈ ലോകം നിന്നെ മുദ്ര കുത്തുന്നത് എവിടെയും തോൽപ്പിക്കപ്പെട്ടവനും തോറ്റുപോയവനുമെന്നാണോ? തിരിച്ചറിയുക, ആ കുരിശിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ആ കുരിശ് നിന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 1-ാം തിരുവചനം, "യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്." സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ താഴെ നാം ആയിരിക്കുമ്പോൾ, ആ കുരിശിനോടൊപ്പം നാം സഞ്ചരിക്കുമ്പോൾ ഓർക്കുക, ഈ കുരിശ് എൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. അവനുമായി ഞാൻ കണ്ടുമുട്ടുന്ന ഒരു സംഭവം, അവനോട് ഞാൻ സംവദിക്കുന്ന ഒരു സംഭവം. ഇനിയും ഈ കുരിശിൻ്റെ ചാരെ ആയിരിക്കുമ്പോൾ വിശുദ്ധ പൗലോസ്ലീഹായുടെ ഒരു സാക്ഷ്യമുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം തിരുവചനം, "ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്." പുണ്യപ്രദമായ ഈ വിശുദ്ധ ദിനങ്ങളിൽ കുരിശിനെ കൈമുതലാക്കി പറുദീസായ ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് യാത്ര തുടരാം. അതിന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.